Good afternoon all. Good afternoon. Afternoon, Miss. Okay, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇത് കുറച്ച് പേര് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നേ തോന്നുന്നു. മഴയും കാര്യങ്ങളൊക്കെ ആയിട്ടാണോ? നല്ല മഴയില്ല എല്ലായിടത്തും. ഓക്കെ, അതുകൊണ്ടാണോ കുറച്ച് പേര് കാണുന്നുള്ളേ. ഓക്കെ, അപ്പോ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആംബുലൻസ് സർവീസ് ആണ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ടൈപ്സ് ഓഫ് റോഡ് ആംബുലൻസ് ആണ് എടുത്തുകൊണ്ടിരുന്നത് അല്ലെ? അപ്പൊ അതിൽ എനിക്ക് തോന്നുന്നു ടൈപ്പ് 3 വരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ? ആണോ? ഓർക്കണട്ടോ? ടൈപ്പ് സി വരെയല്ലേ പറഞ്ഞത്? മൂന്നാമത്തെ ടൈപ്പ് സി, ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. ഓക്കെ, ഒരാൾ അഞ്ചില് മാത്രം ഓർക്കണുള്ളൂ. യെസ് അല്ലെ? കുറച്ച് ദിവസം ആയല്ലോ. അപ്പൊ അതെടുക്കുന്ന ക്ലാസ്സുകൾ അങ്ങനെ തന്നെ പഠിച്ചു പോകണം കേട്ടോ. അതിനകത്ത് തന്നെ നെക്സ്റ്റ് അടുത്തതാണ് നാലാമത്തത് ടൈപ്പ് ഡി. 4 ടൈപ്പ് ആയിരുന്നു, 3 നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. നാലാമത്തത് ടൈപ്പ് ഡി. ടൈപ്പ് ഡി പറയുന്നത് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്, ഓൾസോ നോൺ ആസ് കാർഡിയാക് കെയർ ആംബുലൻസ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തേക്ക് കേട്ടോ. അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസിനെ തന്നെ അറിയപ്പെടുന്നത് കാർഡിയാക് കെയർ ആംബുലൻസ് എന്നാണ്. അപ്പൊ നിങ്ങൾ റോഡിലൂടെ ആംബുലൻസ് പോകുമ്പോൾ അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് എഴുതിയിട്ടുണ്ടാവും. ആംബുലൻസിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും? അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് എഴുതിയിട്ടുള്ള ആംബുലൻസ് ശ്രദ്ധിച്ചിട്ടില്ലാരോ? പേര് നോക്കാറില്ല? ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങളോട്, ഇപ്പൊ ആംബുലൻസിൽ കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ പഠിച്ച പേരുകളൊക്കെ അതിലുണ്ടോ എന്നൊക്കെ നോക്കാം. അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് എന്ന് വായിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ആരുമില്ല? റെസ്പോൺസ് ചെയ്യുമോന്ന് പറ്റുന്ന എല്ലാവരും ഉറക്കത്തിലാണോ? ചോദിക്കുന്നതിനൊന്ന് റെസ്പോൺസ് ഒക്കെ ചെയ്യാട്ടെങ്കിലേ നമ്മുടെ ക്ലാസ് നല്ല രീതിയിൽ പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോ അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് എന്ന് എഴുതിയിട്ടുള്ള ആംബുലൻസുകൾ ഉണ്ടാകും. സോ അത് അറിയപ്പെടുന്നത് കാർഡിയാക് കെയർ ആംബുലൻസ് എന്നും അറിയപ്പെടുന്നത്. എന്താണ് കാർഡിയാക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? കാർഡിയാക് എന്ന് വെച്ചാൽ എന്താണ്? ഹൃദയ സംബന്ധമായിട്ടുള്ള, ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെ? കാർഡിയാക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസുകളൊക്കെ ഇരിക്കുന്നത് അതിൽ കൂടുതൽ. നോക്കാം. A vehicle designed ergonomically equipped and suitably staffed for the transport and treatment of patients requiring invasive airway management and intensive monitoring. അപ്പോ ഈ അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് എന്ന് പറയുന്നത് ഒരു വെഹിക്കിൾ ആണ്. അതായത് ആംബുലൻസ് ഡിസൈൻഡ് ടു എർഗോണിക്കലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂസബിൾ ആയിട്ടുള്ള, കംഫോർട്ടബിൾ ആയിട്ടുള്ള എന്നൊരു മീനിങ് ആണ്. എക്യുപ്മെന്റ് ഉണ്ട്, സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ടാവും, അതിൽ ആവശ്യമുള്ള എക്യുപ്മെന്റ്സുകൾ ഉണ്ടാകും. ദെൻ ഫോർ ദ ട്രാൻസ്പോർട്ട് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് പേഷ്യൻസ് റിക്വയറിംഗ് ഇൻവാസീവ് എയർവേ. നമ്മൾ പറഞ്ഞു ട്യൂബ് ഒക്കെ ഇട്ട പേഷ്യൻസുകൾ, ഇൻവാസീവ് ആയിട്ടുള്ള അല്ലെ? അതായത് കുറച്ച് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഹാർട്ട് കാർഡിയാക് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉള്ള പേഷ്യൻസ്, ട്യൂബ് ഒക്കെ ഇട്ടിട്ടുള്ള പേഷ്യൻസ്, കുറച്ചും കൂടി ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെയാണ് നമ്മൾ ഈ അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസിൽ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. മാനേജ്മെന്റ് ഇന്റൻസീവ് മോണിറ്ററിംഗ്, ചിലപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ICU സെറ്റപ്പ് പോലെയൊക്കെ ഉണ്ടാകും. നമ്മൾ ICU ആംബുലൻസിലൊക്കെ എഴുതിയിട്ടുണ്ടാകും. ഈ അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അതുപോലെ ICU മോണിറ്ററിംഗ് ആവശ്യമായിട്ടുള്ള പേഷ്യൻസും ഇതുപോലെ കാർഡിയാക് സംബന്ധമായിട്ടുള്ള ട്യൂബ് ഒക്കെ ഇട്ടിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കും അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസിൽ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് പേഷ്യൻസിനെ. ഓക്കെ, അടുത്തതായിട്ട് പറയുന്നത് ദിസ് ഈസ് എക്യുപ്ഡ് വിത്ത് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് മെഷീൻസ്. ഈ അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസിൽ പുതിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീൻസുകൾ ഉണ്ടാവുന്നത് പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകൾ. ഏതൊക്കെ എക്യുപ്മെന്റ്സുകൾ ആണ് നെക്സ്റ്റ് പറയുന്നത്? ഡിഫിബ്രിലേറ്റേഴ്സ്. ഡിഫിബ്രിലേറ്റർ എന്താണെന്ന് അറിയാമോ? കണ്ടിട്ടുണ്ടോ ഡിഫിബ്രിലേറ്റർ? ബ്രാക്കറ്റിലുണ്ട്, ഒന്ന് അണ്ടർലൈൻ ചെയ്യാട്ടോ. എ മെഷീൻ യൂസ്ഡ് ടു റിസ്യൂം ദ ഹാർട്ട്. നമ്മുടെ ഹൃദയത്തിന്റെ പുനരാരംഭിക്കാനായിട്ട്, തിരിച്ചു പോകുമ്പോൾ അതിനെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ് ഡിഫിബ്രിലേറ്റർ എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്യാട്ടോ. ഡിഫിബ്രിലേറ്റർ എന്ന് പറഞ്ഞാൽ എ മെഷീൻ യൂസ്ഡ് ടു റിസ്യൂം ദ ഹാർട്ട്. നമ്മുടെ ഹൃദയത്തെ പുനരാരംഭിക്കുവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഡിഫിബ്രിലേറ്റർ. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഡിഫിബ്രിലേറ്റർ? കണ്ടിട്ടുണ്ടോ?
ആരുമില്ല. ഡിഫിബ്രിലേറ്റർ കണ്ടിട്ടുണ്ട്, എവിടെയാണ്? എവിടെയാണ് നിങ്ങൾ ഡിഫിബ്രിലേറ്റർ കണ്ടിരിക്കുന്നത്? നിങ്ങൾ ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഫിലിമിൽ കണ്ടിട്ടുണ്ടോ? ഫിലിംസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, പബ്ലിക് ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ് ഡിഫിബ്രിലേറ്റർ അല്ലെ? അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏത് ഫിലിമാണ് കണ്ടിട്ടുള്ളവർ പെട്ടെന്ന് പറയും, പെട്ടെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഏതെങ്കിലും ഫിലിമിലുണ്ടോ? ഫിലിമിൽ ഏതെങ്കിലും കണ്ടിട്ട്? യെസ്, രാജാറാണിയിലാണ് അല്ലെ? കണ്ടിട്ടുണ്ടോ? ഫിലിം കാണാത്തവർ മീൻസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്ത് തോന്നുന്നു? പ്രസ് ചെയ്യുന്നത്, നമ്മുടെ ഹാർട്ടിൽ ഇങ്ങനെ പ്രസ് ചെയ്യുന്നത് രാജാറാണി മൂവിയിലാണെന്ന് തോന്നുന്നത്, സോങ്ങിലാണെന്ന് തോന്നുന്നു. അത് ആണോ? ക്ലിയർ ആയിട്ട് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. സോങ്ങിലായിട്ടാണ് തോന്നുന്നത്. ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ ഇതുപോലെ എന്താണ് ഡിഫിബ്രിലേറ്റർ വെച്ചിട്ട് പ്രസ് ചെയ്ത് നോക്കും ആൾക്ക് നമ്മൾ ഹാർട്ട് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോ ഡിഫിബ്രിലേറ്റർ ഉണ്ടാകും ഈ ആംബുലൻസിൽ. ECG മെഷീൻ ഉണ്ടാവും. ECG എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? യൂസ്ഡ് ടു കീപ് ചെക്ക് ഓൺ ഹാർട്ട് റേറ്റ് ഓഫ് എ പേഴ്സൺ. ഒരു വ്യക്തിയുടെ ഹാർട്ട് റേറ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ആണ് ECG. അണ്ടർലൈൻ ചെയ്ത് പോണോ കേട്ടോ. ഓരോ എക്യുപ്മെന്റും ആ എക്യുപ്മെന്റ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് കൂടി ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്, അതൊന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഡിഫിബ്രിലേറ്റർ ഉണ്ട്, അതോടൊപ്പം തന്നെ ECG ഉണ്ടായിരിക്കും. വെന്റിലേറ്റേഴ്സ്, ഓക്സിജൻ സിലിണ്ടേഴ്സ്, പൾസ് ഓക്സിമീറ്റർ. പൾസ് ഓക്സിമീറ്റർ എന്ന് വെച്ചാൽ എന്താ? യൂസ്ഡ് ടു ചെക്ക് ഫോർ ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ ഇൻ ദ ബ്ലഡ്. ബ്ലഡിനുള്ളിലുള്ള ഓക്സിജന്റെ അളവ്, എത്ര എമൗണ്ട് ഓക്സിജൻ ആണെന്ന് മനസ്സിലാക്കുന്നത് ഒരു എക്യുപ്മെന്റ് ആണ് പൾസ് ഓക്സിമീറ്റർ. ഓക്കെ, ദെൻ റെസിസ്റ്റേഷൻ കിറ്റ്, അതായത് നമ്മളിപ്പോ ഫസ്റ്റ് എയ്ഡ് ഒക്കെ പോലെ അല്ലെങ്കിൽ മറ്റേ മാസ്കും അങ്ങനെയുള്ള പുനരുജ്ജീവനത്തിനുള്ള സാധനങ്ങളുള്ള ഒരു കിറ്റ്. സക്ഷൻ മെഷീൻ കണ്ടിട്ടുണ്ടോ? സക്ഷൻ നമുക്ക് എക്യുപ്മെന്റ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ പഠിക്കാനുണ്ട് കേട്ടോ. അതിൽ ഒരുപാട് എക്യുപ്മെന്റ്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞുതരാം. സക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ട്യൂബ് ഒക്കെ ഇടുന്ന പേഷ്യൻസ് ആയിരിക്കും കൂടുതലും ഈ അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസിൽ വരുന്നത്. സോ നമ്മൾ ട്യൂബ് ഇടുമ്പോൾ, പേഷ്യൻസിന് ട്യൂബ് ഇടുമ്പോൾ ആ എയർവേയിൽ ഇതുപോലെ എന്തെങ്കിലും ബ്ലഡോ ഫ്ലൂയിഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ വലിച്ചെടുക്കുന്നത്. സക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? വലിക്കുക എന്നുള്ള ഒരു മീനിങ് അല്ലേ? സോ അങ്ങനെ ഫ്ലൂയിഡ്സ് ബ്ലഡ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ട്യൂബിലൂടെയൊക്കെ നമ്മൾ വലിച്ചെടുക്കുന്ന ഒരു മെഷീനാണ് സക്ഷൻ മെഷീൻ എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് നമുക്ക്. ഓക്കെ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞുള്ളൂ. ദെൻ നെബുലൈസർ ആൻഡ് BP അപ്പാരറ്റസ്. അപ്പോൾ ഇത്രയും എക്യുപ്മെന്റ്സ് ആണ് ഒരു അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആയിട്ടുള്ള ഒരു ആംബുലൻസിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ഏതൊക്കെയായിരുന്നു? ഡിഫിബ്രിലേറ്റർ ഉണ്ട്, ECG, then ventilator, oxygen cylinder, pulse oximeter, then resuscitation kit, suction machine, nebulizer, BP apparatus. Clear ആണോ? ഏതൊക്കെ എക്യുപ്മെന്റ്സ് ആണെന്ന്? പിന്നെ എന്താ, ചില എക്യുപ്മെന്റ്സിന്റെ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിഫിബ്രിലേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാർട്ടിനെ റിസ്യൂം ചെയ്യാൻ ഉപയോഗിക്കുന്നു. ECG എന്താണ്? ഹാർട്ട് റേറ്റ് നോക്കുന്നു. ദെൻ പൾസ് ഓക്സിമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എമൗണ്ട് ഓഫ് ഓക്സിജൻ, ബ്ലഡിൽ എത്രത്തോളമാണ് ഓക്സിജന്റെ അളവെന്ന് മനസ്സിലാക്കും. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? അഡ്വാൻസ്ഡ് എർഗോണമിക്കലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംഫർട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റ്സുകളും കാര്യങ്ങളൊക്കെയാണ് അതിലുള്ളത്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി. ടൈപ്പ് D വായിച്ചു നോക്കാം കേട്ടോ. അണ്ടർലൈൻ രണ്ടാമത്തെ പോയിന്റിൽ അത്യാവശ്യം അണ്ടർലൈൻ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി വായിക്കുമ്പോൾ അണ്ടർലൈൻ ചെയ്യാത്തവരെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പോകാം കേട്ടോ. ഇൻവാസീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻസ് ഇത്തിരി ക്രിട്ടിക്കൽ ആയിട്ടുള്ള, ആക്രമണകരമായിട്ടുള്ള എന്നൊക്കെ പറയില്ലേ, അതായത് ട്യൂബൊക്കെ ഇട്ടുള്ള പേഷ്യൻസ് കുറച്ചുകൂടി ക്രിട്ടിക്കൽ ആയിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞു, ബേസിക് ലൈഫിൽ പറഞ്ഞു നോൺ ഇൻവാസീവ്, അതായത് അത്ര ക്രിട്ടിക്കൽ അല്ല. ഓക്കെ,
ക്ലിയർ ആണോ? നാലാമത്തെ ടൈപ്പ് ഡി. ഓക്കെ, അപ്പൊ നമ്മുടെ ജസ്റ്റ് ഞാൻ പേര് മാത്രം ഒന്ന് വായിക്കണുള്ളൂ. ടൈപ്സ് ഓഫ് റോഡ് ആംബുലൻസ് ആണ് നമ്മൾ പഠിച്ചത് ബേസ്ഡ് ഓൺ ലെവൽ ഓഫ് കെയറിൽ. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞത് ടൈപ്പ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ. ദെൻ ടൈപ്പ് ബി പേഷ്യന്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ. ടൈപ്പ് സി എന്ന് പറയുന്നത് ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. ദെൻ ടൈപ്പ് ഡി അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. ഓക്കെ, ദെൻ അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസിന് തന്നെയാണ് നമ്മൾ കാർഡിയാക് കെയർ ആംബുലൻസ് എന്ന് വിളിക്കുന്നത്. അതൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ. എക്സാമിന് ചിലപ്പോൾ ചോദിക്കാം എന്താണ് which type of ambulance is also known as cardiac care ambulance. അല്ലെ, കാർഡിയാക് കെയർ ആംബുലൻസ് എന്ന് അറിയപ്പെടുന്നത് ഏത് ടൈപ്പ് ആണെന്ന് ചോദിക്കാം. സോ അതിന്റെ ആൻസർ എന്താണ്? ടൈപ്പ് ഡി അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. ഓക്കെ, അപ്പൊ കണ്ടോ അങ്ങനെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പൊ അതനുസരിച്ചിട്ട് പഠിക്കണം. അപ്പൊ 4 ടൈപ്പ് ക്ലിയർ ആണല്ലോ? ഓക്കെ ആണോ എല്ലാവർക്കും വായിച്ചിട്ട്? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാം. എക്യുപ്മെന്റ്സ്. ആംബുലൻസിന്റെ ഉള്ളിൽ ഒരുപാട് എക്യുപ്മെന്റ്സുകളൊക്കെ ഉണ്ട് അല്ലെ, നമുക്കറിയാം. നമ്മൾ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ആംബുലൻസിനുള്ളിൽ നമ്മൾ കയറിയാൽ കാണാൻ പറ്റുള്ളൂ, കണ്ടിട്ടുണ്ടാവില്ല. എങ്കിലും നമ്മൾ പഠിക്കാൻ പോകേണ്ട കേട്ടോ എന്തൊക്കെയാണ് ഒരു ആംബുലൻസിനുള്ളിൽ വരുന്ന എക്യുപ്മെന്റ്സുകൾ. ഓക്കെ, അപ്പോ പരിചയമില്ലാത്ത കുറച്ച് പേരുകളൊക്കെയാണ്, പുതിയ പുതിയ എക്യുപ്മെന്റ്സുകൾ നമ്മൾ പരിചയപ്പെടാൻ പോകേണ്ട കേട്ടോ. എക്യുപ്മെന്റ്സ്. Besides the equipment straightly used for the treatment of patients, ambulances should be fitted with a range of extra equipments which are used in order to easy patient care. This include ആംബുലൻസിന്റെ ഉള്ളിൽ ഇവിടെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞിരിക്കുകയാണ്. അതായത് ആംബുലൻസിന്റെ ഉള്ളിൽ പേഷ്യൻസിന് നേരിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒത്തിരി എക്യുപ്മെന്റ്സുകൾ ഉണ്ട്. അത് കൂടാതെ ഫിറ്റഡ് വിത്ത് എക്സ്ട്രാ എക്യുപ്മെന്റ്സും കൂടി ഫിറ്റ് ചെയ്തിട്ടുണ്ട് ആംബുലൻസിനുള്ളിൽ. ഓൾറെഡി അത്യാവശ്യത്തിന് വേണ്ടുന്ന എന്താ പറയാ എമർജൻസി ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ ഉണ്ടാകും. അത് കൂടാതെ എക്സ്ട്രാ എക്യുപ്മെന്റ്സും കൂടി പേഷ്യൻസിന് വേണ്ടി നമ്മൾ എന്റെ പേഷ്യൻസിന്റെ കെയർ ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. നമ്മള് ഏതൊക്കെ എക്യുപ്മെന്റ്സ് ആണെന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോ അതിലെ ഫസ്റ്റ് എക്യുപ്മെന്റ് ആണ് 2-way റേഡിയോ. ഓക്കെ, 2-way റേഡിയോ. ഇനി എന്താണ് 2-way റേഡിയോ നോക്കാം. This one is the most important piece of equipment in present day emergency medical service. ഓക്കെ, അപ്പൊ 2-way റേഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസന്റ് ഡേയില് നമ്മുടെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിലെ എമർജൻസി മെഡിക്കൽ സർവീസസിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ് 2-way റേഡിയോ. It allows for issuing of jobs to ambulance and can permit the crew to pass information back to control or to the hospital. അതായത് ആ ആംബുലൻസിന്റെ ഉള്ളിലെ ഇൻഫോർമേഷൻസുകള് മെസ്സേജസുകള് ക്രൂവിനും അതോടൊപ്പം തന്നെ ക്രൂ മെമ്പേഴ്സ് എന്ന് വെച്ചാൽ അറിയാലോ ആരാ ക്രൂ മെമ്പേഴ്സ്. ക്രൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആംബുലൻസിലുള്ള സ്റ്റാഫുകൾ, അതിനുള്ളിലുള്ള സ്റ്റാഫുകൾക്കും ദെൻ ഹോസ്പിറ്റലിലേക്കും ഇൻഫോർമേഷൻസുകൾ കൈമാറാനായിട്ട് സഹായിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണെന്ന് 2-way റേഡിയോ. ഈ 2-way റേഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാരെങ്കിലും എക്സാമ്പിൾ പറയാം. അതായത് നമ്മള് പോലീസുകാരൊക്കെ കണ്ടിട്ടുണ്ടോ കയ്യില ഒരു എന്താ പറയാ ഒരു ഫോണിന്റെ മോഡൽ തന്നെ, എന്നിട്ട് അവരിങ്ങനെ പരസ്പരം മെസ്സേജുകളൊക്കെ പാസ് ചെയ്യും. ഇപ്പൊ ട്രാഫിക് സിഗ്നലുകളും അങ്ങനെയൊക്കെ വരുമ്പോൾ അവര് പരസ്പരം ഇങ്ങനെ ഒരു നമ്മുടെ ഫോണിന്റെ ടൈപ്പ് തന്നെ പഴയ മോഡൽ ഫോണാണോ ജസ്റ്റ് ഒരു വയർ ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന ഒരു ഇതൊക്കെ ഉള്ളത്. മനസ്സിലായോ പറഞ്ഞത്? സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അറ്റ്ലീസ്റ്റ് നേരിട്ടല്ലെങ്കിൽ ഫിലിമിലൊക്കെ കണ്ടിട്ടില്ലേ? മെസ്സേജുകളൊക്കെ പാസ് ചെയ്യില്ലേ? ഇവിടെ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇത്ര ബ്ലോക്ക് ഉണ്ട്, ട്രാഫിക് ഉണ്ട് എന്നൊക്കെ നമ്മള് കോഡ്ലെസ് ഫോൺ അത് തന്നെ. എനിക്ക് പെട്ടെന്ന് എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല. അത് നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അത് തന്നെയാണ് ഈ 2-way റേഡിയോ എന്ന് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ മനസ്സിലായി അല്ലെ? സോറി പറഞ്ഞിച്ചു അല്ലെ? സോ അങ്ങനെയുള്ള ഒരു സംഭവത്തിന് തന്നെ 2-way റേഡിയോ എന്ന് പറയുന്നത്. അപ്പൊ ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാനായിട്ട് നമുക്ക് സഹായിക്കുന്നത്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിലേക്കും ഇതുപോലെ നമ്മൾ പേഷ്യന്റിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. സോ ആ പോകുന്ന വഴിയിലുള്ള ഇൻഫോർമേഷൻസുകൾ ഡോക്ടർക്കൊക്കെ നമുക്ക് പാസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, എ പ്രയോറിറ്റി മെസ്സേജ് ടു വാൺ ദ ഹോസ്പിറ്റൽ ഓഫ് ദ ഇമിനന്റ് അറൈവൽ ഓഫ് എ ക്രിട്ടിക്കൽ പേഷ്യന്റ്. ഇമിനന്റ് എന്ന് വെച്ചാൽ എന്താണ്? ആസന്നമായ, പെട്ടെന്നുള്ള, അതായത് എന്താണ് ഒരു ഗുരുതരാവസ്ഥയിൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുകയെന്നൊക്കെ നമുക്ക് ഇൻഫോർമേഷൻ കൊടുക്കാം. അപ്പൊ
അപ്പൊ അതിനുള്ള സജ്ജീകരണങ്ങൾ ഹോസ്പിറ്റലിൽ പോയി എന്താണ് സ്ട്രക്ചർ എടുക്കാനോ ഓൾറെഡി പെട്ടെന്ന് തന്നെ നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻഫോർമേഷൻ എന്ത് ചെയ്യും ഈ 2-way കമ്മ്യൂണിക്കേഷനിലൂടെ നമുക്ക് 2-way റേഡിയോയിലൂടെ നമുക്ക് പാസ് ചെയ്യാവുന്ന ഓൾറെഡി ഞങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞു. പോയിന്റ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിനെ കൊണ്ടുവരികയാണ്. സോ അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ എടുക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻഫോർമേഷൻസുകൾ പാസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണോ? 2-way റേഡിയോ എന്താണെന്ന് ക്ലിയർ ആയോ? എന്താണ് സംഭവം ക്ലിയർ ആയില്ലേ? ഞാൻ പറഞ്ഞല്ലോ, പോലീസുകാരുടെ കയ്യിലൊക്കെ ഉണ്ടാവും ഇൻഫോർമേഷൻസ് മറ്റും പാസ് ചെയ്യാനായിട്ടൊക്കെ നമ്മളത് ഉപയോഗിക്കും. ഓക്കെ, അതിൽ അത്രയാണ് പറയുന്നത് 2-way റേഡിയോ. നെക്സ്റ്റ് വൺ നോക്കുക, മൊബൈൽ ഡാറ്റ ടെർമിനൽ. ഇതൊക്കെ പുതിയ പുതിയ ടെക്നോളജിയുടെ ബേസ് ഭാഗമായിട്ടുള്ള പുതിയ പുതിയ ഉപകരണങ്ങളൊക്കെയാണ് അല്ലേ? മൊബൈൽ ഡാറ്റ ടെർമിനൽ. Some ambulances are equipped with mobile data terminals or MDTs, mobile data terminals, which are linked without wire to a central computer, usually at the control center. അതായത് ഇത് ഒരു എന്താ പറയാ, വിതൗട്ട് വയർ മീൻസ് വയർ ഇല്ലാതെ തന്നെ നമ്മൾ എന്താണ് ഒരു കമ്പ്യൂട്ടർ ആയിട്ട് നമ്മുടെ സിസ്റ്റം ആയിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് മൊബൈൽ ഡാറ്റ ടെർമിനൽ എന്ന് പറയുന്നത്. ദിസ് ടെർമിനൽസ് ക്യാൻ ഫങ്ഷൻ ഇൻ പ്ലേസ് ഓഫ് ദ 2-way റേഡിയോ. ഏകദേശം നമ്മൾ പറഞ്ഞ 2-way റേഡിയോയുടെ സെയിം ഫങ്ഷൻ ഒക്കെ തന്നെയാണെന്ന്. അതായത് മെസ്സേജസുകൾ പാസ് ചെയ്യാനും മറ്റുമൊക്കെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സിസ്റ്റമായിട്ടൊന്ന് കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് മാത്രം. These terminals can function in place of the 2-way radio and can be used to pass details of works to the crew. അതായത് ക്രൂവിന്റെ വർക്സിന്റെ ഡീറ്റെയിൽ ഒക്കെ അറിയാനും. And can long time the crew was mobile to a patient, arrived and left the scene to or fulfill any other computer based information. ഇപ്പൊ എന്താണ് പേഷ്യൻസിന്റെ വിവരങ്ങളൊക്കെ ക്രൂവിന് കൈമാറാനും അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ ഫങ്ഷൻസും നമുക്ക് ഇതിലെ മൊബൈൽ ഡാറ്റ ടെർമിനലിൽ ചെയ്യാൻ പറ്റുന്നു. നമ്മളുടെ 2-way റേഡിയോ തന്നെ അതിന്റെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റ്. സന്ദേശങ്ങൾ കൈമാറാനും മറ്റുമൊക്കെ തന്നെയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ, മൊബൈൽ ഡാറ്റ ടെർമിനൽ ക്ലിയർ ആണോ? 2-way റേഡിയോന്റെ തന്നെയാണ്, അതിന്റെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെർഷൻ ആണ്. ഇതുപോലെ നമ്മളെ മെസ്സേജസുകൾ പാസ് ചെയ്യാനും അതോടൊപ്പം തന്നെ ക്രൂവിന്റെ അവിടെ പേഷ്യൻസിന്റെ വിവരങ്ങളൊക്കെ ക്രൂവിനൊക്കെ കൈമാറാനൊക്കെ സഹായിക്കുന്നു അല്ലെ? അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഡോക്ടറിനെ പേഷ്യൻസിനെ കണ്ടുകൊണ്ട് ഇപ്പൊ അവര് കൊടുക്കുന്നത് നമ്മൾ കമ്പ്യൂട്ടറിലൂടെ നമ്മൾ ഘടിപ്പിച്ചിരിക്കുകയാണല്ലോ. അപ്പൊ നമുക്ക് നേരിട്ട് തന്നെ ഡോക്ടറിന് പേഷ്യൻസിന്റെ വിവരങ്ങളൊക്കെ സംസാരിക്കാനും അല്ലെങ്കിൽ ഇന്ന മെഡിസിൻസ് കൊടുക്കണം പോകുന്ന മീൻസ് നമ്മൾ ആ ക്രൂ മെമ്പേഴ്സിനോട് പറയുന്ന ഡോക്ടേഴ്സ് നഴ്സിംഗ് സ്റ്റാഫുകളോട് മെഡിസിൻസ് കൊടുക്കാനും മറ്റും എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ പറ്റും, ഇൻഫോർമേഷൻസ് അയക്കാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, ഏകദേശം 2-way റേഡിയോ തന്നെ, വ്യത്യാസങ്ങളൊന്നുമില്ല, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണെന്ന് മാത്രം. ക്ലിയർ ആണോ മൊബൈൽ ഡാറ്റ ടെർമിനൽ? ഓക്കെ, അടുത്ത ഒരു ഇതും കൂടി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. മൂന്നാമതായിട്ട് പറയുന്നത് എവിഡൻസ് ഗ്യാതറിംഗ് CCTV അല്ലെ? CCTV ഇന്ന് എല്ലാ സ്ഥാപനങ്ങളിലും എല്ലായിടത്തും CCTV സ്ഥാപിച്ചിട്ടുണ്ട് അല്ലെ? എന്തിനു വേണ്ടിയിട്ടാണ്? ശരിക്കും പറഞ്ഞൊരു തെളിവാണ് അല്ലെ? നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു തെളിവാണ് അത്. നോക്കാം. Some ambulances are now being equipped with video cameras which are used to record activity either inside or outside the vehicle. വെഹിക്കിളിന്റെ ഉള്ളിലും ആംബുലൻസിന്റെ ഉള്ളിലും പുറമേയുമുള്ള കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അത് റെക്കോർഡ് ചെയ്യുന്നതാണ് നമ്മൾ ഈ CCTVയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ. അകത്തുള്ളതും പുറമേയുള്ളതും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. Then they may also be titled with sound recording facilities. ടൈറ്റിൽ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഒപ്പം തന്നെ ടൈറ്റിൽ എന്ന് വെച്ചാൽ തലക്കെട്ടുന്നുള്ള ഒരു മീനിങ് ആണ്. പക്ഷെ ഇവിടെ പറയുന്നത് നമുക്ക് എന്താണ് ഇത് കാണുന്നതൊട്ടും CCTVയിൽ നമ്മൾ കാഴ്ചയോടൊപ്പം തന്നെ സൗണ്ട് റെക്കോർഡിംഗ് കൂടി നമ്മൾ ചെയ്യുന്നുണ്ട് ക്യാമറയിലൂടെ. എന്താണ് സംസാരിക്കുന്നത് വരെ നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. This can be used as a protective measure from violence against ambulance crew. ഇതൊരു പ്രൊട്ടക്റ്റീവ്, ഒരു സംരക്ഷണമായിട്ടാണ് നമ്മൾ ഈ CCTVയെ കാണുന്നത്. എന്തിനൊക്കെ വേണ്ടിയിട്ടുള്ള സംരക്ഷണത്തിനാണ്? ഫസ്റ്റ് വൺ പറയുന്നത് വയലൻസ് അഗെയിൻസ്റ്റ് ആംബുലൻസ് ക്രൂസ്. ആംബുലൻസിൽ സ്റ്റാഫുകൾ ഉണ്ടല്ലോ, അവർക്കെതിരെ വരുന്ന ആക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെടാനായിട്ട്, രക്ഷപ്പെടാൻ വെച്ചാൽ പ്രൊട്ടക്റ്റീവ് ആയിട്ട്. അതായത് എക്സാമ്പിൾ പറയണമെങ്കിൽ
ഇപ്പൊ നമ്മള് ഇപ്പൊ ഒരു എന്തെങ്കിലും ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ഒരു കേസസ് ഉള്ളവർക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൊലപാതകം ചെയ്തതോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു വ്യക്തിയെ നമ്മൾ ആംബുലൻസിൽ കൊണ്ടുപോകാതിരിക്കുക. സോ ഈ പോകുന്ന വഴിക്ക് അവരെ വല്ല മീൻസ് നമ്മൾ പറയില്ലേ, ഇപ്പൊ നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, തട്ടിക്കൊണ്ടു പോവുക, വേറെ ആളുകൾ വന്ന് ആംബുലൻസ് വഴിക്ക് വെച്ച് തടഞ്ഞ് എടുത്തുകൊണ്ട് പോവുക, അല്ലെ, ആരോഗ്യനെ കൊണ്ടുപോവുക, ഇവരെല്ലാം ഉപദ്രവിക്കുക, അങ്ങനെയുള്ള കേസസിലൊക്കെ വരും ഇല്ലേ? കാണാറില്ലേ അങ്ങനെ? കുറച്ച് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള വ്യക്തികളൊക്കെ അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ ഇതുപോലെ എന്താണ് അവർക്ക് നേരെ മറ്റു ആക്രമണങ്ങളൊക്കെ വരും. സോ അങ്ങനെയുള്ളതിനൊക്കെ നമുക്ക് തെളിവ് വേണമല്ലോ. ഇത് എങ്ങനെയാ പേഷ്യൻസിനെ കൊണ്ടുപോയത് ആരാണ്, അല്ലെങ്കിൽ ഇവരെ ആക്രമിച്ചത് ആരാണ്, അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള തെളിവുകളൊക്കെ കിട്ടാൻ ഒരു പ്രൊട്ടക്റ്റീവ് വയലൻസ് അഗെയിൻസ്റ്റ് ആംബുലൻസ് ക്രൂസ്, ആംബുലൻസ് ക്രൂസിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള അതുപോലെയുള്ള വയലൻസുകൾ നമുക്ക് തെളിയിക്കാനായിട്ട് സഹായിക്കുന്നു. ഓർ ഇനി അടുത്തൊരു ഉപകാരം എന്ന് പറയുന്നത്, in some cases depended on local laws to manifest of refute case where a member of crew stands accused for wrongdoings. എന്താണ് പറയുന്നത്? ഒന്നാമത് പറഞ്ഞത് ക്രൂസിന് എതിരായിട്ടുള്ള ആക്രമണത്തിൽ നിന്നും നമുക്ക് ഒരു പ്രൊട്ടക്റ്റ് ആയിട്ടും. സെക്കൻഡ് വൺ പറയുന്നത് in some cases, ചില കേസുകളിൽ to manifest or refute cases, അതായത് refuse എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിരപരാധിത്വം തെളിയിക്കാനും ക്രൂ മെമ്പേഴ്സിന്റെ നിരപരാധിത്വം തെളിയിക്കാനും ഈ CCTV ഉപയോഗിക്കുന്നു. നിരപരാധിത്വം തെളിയിക്കാന്ന് വെച്ചാൽ എന്താണ്? ചിലപ്പോ ഇപ്പൊ ഒരു എന്താ പറയാ, ഇപ്പൊ ഒരു പേഷ്യന്റിനെ നമ്മള് ഹോസ്പിറ്റലിൽ നിന്ന് ആംബുലൻസിൽ കയറ്റി വിടുകയാണ്. സോ ബൈസ്റ്റാൻഡർ ചിലപ്പോ കൂടെ ഉണ്ടായിരിക്കില്ല. ചിലപ്പോ പെട്ടെന്ന് ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻസിൽ പേഷ്യന്റിനോടൊപ്പം ഈ നഴ്സസ് ആണ് കൂടെ പോയിരിക്കുന്നത്. അപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് പോകുമ്പോൾ ആൾക്ക് ചിലപ്പോ ആൾക്ക് കുഴപ്പം മീൻസ് അത്യാവശ്യം ക്രിട്ടിക്കൽ ആണെങ്കിലും ചിലപ്പോ പോകുന്ന ബൈസ്റ്റാൻഡർ കൂടെ പോയിട്ടില്ല, നഴ്സസ് കൂടെ ഉണ്ടാവും, ക്രൂ മെമ്പേഴ്സ് ഉണ്ടാകും. പക്ഷെ ചിലപ്പോ പോയി ഹോസ്പിറ്റലിലേക്ക് എത്തുന്നതിന് മുമ്പ് ചിലപ്പോൾ ആള് മരണപ്പെട്ട് പോയിരിക്കാം. അപ്പോൾ ചില എന്താണ് ബൈസ്റ്റാൻഡേഴ്സ്, അതായത് ആ വ്യക്തിയുടെ പേഷ്യന്റിന്റെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ചിലപ്പോൾ പറയും ആൾക്ക് പേഷ്യന്റിന് പോകുന്നവരെ പ്രശ്നമൊന്നും ഉണ്ടായില്ല, പോകുന്ന വഴിക്കാണ് ഇവര് ശരിയായ ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനെ ഇവരുടെ ഭാഗത്തു നിന്നുള്ള കുഴപ്പമാണ് എന്നൊക്കെ പറയാറുണ്ട് ഇല്ലേ? പറയാറുണ്ട് അങ്ങനെ. മീൻസ് ഇവര് കൂടെ പോയിട്ടില്ല, ഫാമിലിന്ന് പേഷ്യന്റിന്റെ ഒപ്പം ആരും പോയിട്ടില്ല, പകരം പോയത് ആരാണ്? ക്രൂ മെമ്പേഴ്സ് മാത്രം ഉണ്ടായുള്ളൂ. അപ്പൊ എന്ത് പറയും? അങ്ങനെ എന്തെങ്കിലും മരണപ്പെടുകയൊക്കെയാണെങ്കിൽ പറയും ക്രൂ മെമ്പേഴ്സ് ആണ് പോയത്, ആള് ആംബുലൻസിൽ കയറി പോയപ്പോ ആൾക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ആൾ നോർമൽ ആയിരുന്നു, പക്ഷെ പോകുന്ന വഴിക്ക് ഇത് സംഭവിച്ചെങ്ങനെയാണ്, അപ്പൊ ഇവരുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും മിസ്റ്റേക്ക് ആണ് നമ്മൾ വരുത്തി തീർക്കും. സോ ഇവര് ശരിയായിട്ടുള്ള രീതിയിൽ പേഷ്യന്റിന് കെയർ കൊടുത്തിട്ടുണ്ടെന്നുള്ളൊരു തെളിവാണ് ഈ CCTV ഉണ്ട്, അല്ലെ? അവരൊന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അവര് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ്സും കെയറും പേഷ്യന്റിന് കൊടുത്തിട്ടുണ്ട്, അവരുടെ നിരപരാധിത്വം അവർക്ക് തെളിയിക്കാൻ പറ്റുള്ളൂ CCTV വഴി. ക്ലിയർ ആയോ? ആ പോയിന്റ് ക്ലിയർ ആയോ? ആ പോയിന്റ് നിങ്ങൾക്ക് വായിക്കുമ്പോൾ ചിലപ്പോ പെട്ടെന്ന് ക്ലിക്ക് ആവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കുറച്ചത് എക്സ്പ്ലനേഷനോട് പറഞ്ഞത്. ഇനി ഒന്ന് വായിച്ചു നോക്കി, അപ്പൊ ഒന്നുകൂടി കിട്ടും കേട്ടോ. Some cases depend on local laws to manifest to refute. Manifest to refuse, നിരപരാധിത്വം അവരുടെ തെളിയിക്കാം, അല്ലെ? To stand accused for wrongdoing, തെറ്റായ ഒരു പ്രവൃത്തി അവർ ചെയ്തിട്ടുണ്ടെന്ന് തെളിയിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ നിരപരാധിത്വം തെളിയിക്കാനും നമുക്ക് CCTV നോക്കാം, അല്ലെ? ഇപ്പൊ നമ്മൾ പറയും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെളിവുണ്ടോ എന്ന് നോക്കും, അല്ലെ? അപ്പൊ തെളിവ് എന്താണ്? CCTV ദൃശ്യങ്ങളുടെ തെളിവ്. ഇപ്പൊ എല്ലാ കേസുകൾക്കും ഈ CCTVയുടെ തെളിവ് നമ്മൾ നോക്കില്ലേ? നമ്മൾ ഒരാളെ വാക്കുകൊണ്ട് പറയുന്നതിനേക്കാളും തെളിവിലാണ് ഏറ്റവും പ്രാധാന്യം. ഒരു കേസ് വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഒരാളെ പറയുന്നതാണോ വിശ്വസിക്കുന്നത്? അങ്ങനെയാണോ? ഇപ്പൊ തെളിവ് കാണിക്കാൻ പറയും. ഇപ്പൊ കോടതിയിലാണെങ്കിലും ഒരു കേസ് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ ദൃക്സാക്ഷി കണ്ടു എന്നൊക്കെ പറയും. എങ്കിലും ഇപ്പൊ കൂടുതലായിട്ടും എന്താണ്, അവിടെ CCTV ഉണ്ടോ, അല്ലെങ്കിൽ ഇപ്പൊ ആക്സിഡൻസ് ഒക്കെ സംഭവിക്കുമ്പോൾ നമ്മള് ആ ഭാഗത്ത് CCTV ഉണ്ടോ, അപ്പൊ എന്താ സംഭവിച്ചതൊക്കെ നമ്മൾ ആ CCTVയുടെ ദൃശ്യങ്ങൾ എടുക്കും, ഇല്ലേ? അപ്പൊ നിരപരാധിത്വം തെളിയിക്കാനായിട്ടുള്ളൊരു എന്താ, നമുക്കൊരു നിരപരാധിത്വം തെളിയിക്കാനായിട്ട് നമ്മൾ ഈ CCTV അവർ ഉപയോഗിക്കുന്നു. ക്ലിയർ ആണോ? CCTV ക്ലിയർ ആയോ? ഓക്കെ. നിങ്ങൾക്ക് കുറച്ചിങ്ങനെ എക്സാമിനൊക്കെ പറയുമ്പോഴല്ലേ മനസ്സിലാവുന്നത്, ആണോ? കുഴപ്പമില്ലല്ലോ. നോർമലി നമ്മൾ പറയാൻ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം മനസ്സിലാവുന്ന എന്താ എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. പെട്ടെന്ന് എനിക്കും നിങ്ങൾക്കും പെട്ടെന്ന് അവിടെ മനസ്സിലാവുന്ന രീതിയിൽ. കാരണം ഇത് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ വെറുതെ വായിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. കാരണം കുറച്ച് നിങ്ങൾക്ക് അറിയാത്ത പുതിയ ടേംസും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ കുറച്ചും കൂടി ഈസി അല്ലേ? ആണോ?
ആണോ? നിങ്ങളോടാ ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എക്സാമ്പിൾ പറയുന്നത്. അല്ലെങ്കിൽ എനിക്ക് ചുമ്മാ ജസ്റ്റ് വായിച്ചങ്ങോട്ട് പോകാം. ഓക്കെ, അപ്പൊ മാക്സിമം ഞാൻ എന്റെ കയ്യിലുള്ള എക്സാമ്പിൾ ഒക്കെ എടുത്തിട്ട് തരാം. ഓക്കെ, എക്സാമ്പിൾ വേണം. ഓക്കെ ഓക്കെ, പറ്റുന്ന എക്സാമ്പിൾ ഒക്കെ ഞാൻ തരാം കേട്ടോ. നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഇങ്ങനെ ഓരോ എക്സാമ്പിളുകൾ വരുമല്ലോ, അങ്ങനെയുള്ള എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞു തരുന്നത്. ദെൻ അടുത്തതും കൂടി വായിക്കാലോ. നെക്സ്റ്റ് വായിക്കാം, എന്നിട്ട് ഒരുമിച്ച് വായിച്ചാൽ മതിയോ? ഓക്കെ, നാലാമത്തെയും കൂടി പറഞ്ഞിട്ട് ഞാനൊന്ന് വായിപ്പിക്കാം കേട്ടോ. ടെയിൽ ലിഫ്റ്റ് ഓർ റാമ്പ്. നോക്കാം, ആംബുലൻസസ് ക്യാൻ ബി എക്യുപ്ഡ് വിത്ത് എ ടെയിൽ ലിഫ്റ്റ് ഓർ റാമ്പ്. എന്താണെന്ന് പിക്ചർ കാണിക്കാം കേട്ടോ. In order to facilitate loading a patient without having to take up any lifting. അതായത് പേഷ്യന്റിനെ ആംബുലൻസിലോട്ട് കയറ്റാനായിട്ട് നമ്മൾ എടുത്തുകൊണ്ട് പോയി കഴിച്ചിണ്ടാന്ന്. അതായത് എന്താണ്, വിതൗട്ട് ലിഫ്റ്റിംഗ്, നമ്മൾ എടുത്തുകൊണ്ട് തൂക്കിക്കൊണ്ട് പോകണ്ട, പകരം നമുക്ക് ഈ ഒരു പേഷ്യന്റിനെ ലോഡിങ് ചെയ്യാനായിട്ടുള്ളതാണ് ഈ റാമ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ടെയിൽ ലിഫ്റ്റ് ഓർ ലാമ്പ്. അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആംബുലൻസ് തുറക്കുമ്പോൾ തന്നെ ഒരു റാമ്പ് പോലത്തെ സംഭവം. അതിൽ നമ്മളെ പേഷ്യന്റിനെ നമ്മൾ കഴിച്ചിട്ട് ഇത് പെട്ടെന്ന് നമുക്ക് അത് ഉള്ളിലോട്ട് കയറ്റാം. നമ്മൾ എടുത്തുകൊണ്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. This is particularly important where patient is obese, അല്ലെ, or specially care transport needed large. മെയിൻ ആയിട്ട് ഒരുപാട് ഒബീസ് മീൻസ് ഭയങ്കര വെയിറ്റ് ഉള്ള പേഷ്യൻസിനെ നമ്മൾ കഴിഞ്ഞതിൽ പഠിച്ചില്ലേ, വെയിറ്റ് ഉള്ള പേഷ്യൻസിനെയൊക്കെ നമ്മൾ എന്തിനാ ആംബുലൻസിൽ കയറ്റാനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ദെൻ ഹ്യൂജ് എക്യുപ്മെന്റ്സ്, അതുപോലെ തന്നെ വലിയ എക്യുപ്മെന്റ്സുകളൊക്കെ ആംബുലൻസിലോട്ട് നമുക്ക് പൊക്കിയെടുത്ത് വെക്കാൻ പറ്റില്ലല്ലോ, വെയിറ്റ് ഉള്ള എക്യുപ്മെന്റ്സുകൾ. അപ്പോ ഹ്യൂജ് എക്യുപ്മെന്റ്സ് എക്സാമ്പിൾ ആണ് നിയോനേറ്റൽ ഇൻക്യുബേറ്റർ, കുഞ്ഞുങ്ങളുടെ ഇൻക്യുബേറ്റർ, ICU അല്ലെ, ഇൻക്യുബേറ്റർ. ഓർ ഹോസ്പിറ്റൽ ബെഡ്സ്, ഹോസ്പിറ്റലിലെ ബെഡ്സ് ഒക്കെ നമ്മൾ കഴിക്കാനൊക്കെ ഈ റാമ്പിലൂടെ കഴിക്കാൻ മതിയെന്ന്. There may also be equipment connected with this such as winches which are formed to pull weightly patients to in the vehicle. Winches എന്ന് ഉദ്ദേശിക്കുന്നത് മീൻസ് ഈ റാമ്പിൽ ഘടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പൊ നമ്മള് എന്താ പറയാ, ഇപ്പൊ നമ്മൾ കട്ടിയുള്ള വസ്തുക്കള് അല്ലെങ്കിൽ ഇപ്പൊ വെയിറ്റ് ഉള്ള പേഷ്യൻസിനൊക്കെ നമ്മള് ഈ വാഹനത്തിന്റെ ഉള്ളിലോട്ട് കയറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരു റാമ്പ് പോലത്തെ ഘടിപ്പിച്ചിരിക്കുന്ന സംഭവത്തെയാണ് വിഞ്ചസ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളത് കഴിഞ്ഞിട്ടുള്ള ഒരു പിക്ചർ കണ്ടോ? പിക്ചർ നോക്കിയേ, ആ 7ാമത്തെ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള പിക്ചർ ഒന്ന് എടുക്കാമോ? പിക്ചർ എടുത്തല്ലോ എല്ലാവരും? കണ്ടോ? പിക്ചറിൽ കണ്ടോ എന്താണ് ഈ റാമ്പ് എന്ന് പറയുന്നത്? കണ്ടോ? റാമ്പ് വിഞ്ചസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഘടിപ്പിച്ചിരിക്കുന്നത് കണ്ടോ? പുറത്തേക്ക് ഘടിപ്പിച്ചിട്ടുണ്ട്. കണ്ടോ? പിക്ചർ കണ്ടോ എല്ലാവരും? അടുത്ത നെക്സ്റ്റ് പേജിലായിരിക്കും 7th പോയിന്റ് കഴിഞ്ഞിട്ട് കണ്ടോ? ഇതാണ് ഈ റാമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുത്തുകൊണ്ട് പോകണ്ട, അതിലേക്ക് നമുക്ക് കിടക്കാം. കണ്ടോ? വിഞ്ചസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഘടിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, ഞാൻ പറയുന്നതിൽ കാണുമ്പോഴല്ലേ കുറച്ചും കൂടി ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടുള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ എന്താണ് റാമ്പ് എന്നുള്ളത്? അപ്പോ ആദ്യത്തെ 4 എക്യുപ്മെന്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഫസ്റ്റത്തെ 4 2-way റേഡിയോ, മൊബൈൽ ഡാറ്റ ടെർമിനൽ, എവിഡൻസ് ഗ്യാതറിംഗ്, CCTV, ടെയിൽ ലിഫ്റ്റ് ഓർ റാമ്പ്. ഓക്കെ, 4 ഒന്ന് വായിച്ചു നോക്കി, മനസ്സിലാക്കി വായിക്കണം കേട്ടോ. എക്യുപ്മെന്റ്സിന്റെ പേരുകൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. ഉള്ളിലുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചു വെക്കുക. എക്യുപ്മെന്റ്സ് ബൈഹാർട്ട് ചെയ്ത് പഠിക്കണം. ഓക്കെ, ഡയറക്ഷൻ ചെയ്തിട്ടില്ലേ, അതും ഒന്ന് ബൈഹാർട്ട് ചെയ്ത് പഠിക്കാം.
കംപ്ലീറ്റ് ചെയ്തോ? 4 എക്യുപ്മെന്റ്സ് വായിച്ച എല്ലാവരും? ഓക്കെ, ഇനി ആരെങ്കിലും വായിക്കാത്തുണ്ടോ? ഓക്കെ, then നെക്സ്റ്റ് അടുത്ത എക്യുപ്മെന്റ് നോക്കാം കേട്ടോ. 5ാമത്തെ എക്യുപ്മെന്റ് ആണ് ട്രോമ ലൈറ്റനിങ്. Beside to normal working lighting, ambulances can be fitted with special lighting, often blue or red. അല്ലെ, ആംബുലൻസിന്റെ ഉള്ളിൽ അത്യാവശ്യം നോർമൽ ആയിട്ടുള്ള ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ഉണ്ടാവും, എങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ലൈറ്റനിങ് ഉണ്ടെന്ന്. ബ്ലൂ ഓർ റെഡ് ആയിരിക്കും ലൈറ്റനിങ്. ഇപ്പൊ നിങ്ങൾ നൈറ്റ് രാത്രിയില് ആംബുലൻസ് ഒക്കെ പോണത് കണ്ടിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഉള്ളില് അല്ലെങ്കിൽ ബ്ലൂ ലൈറ്റ് ആയിരിക്കും കാണുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല ഇതുവരെ അല്ലെ. ഇനി നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, ഈ പേരുകളൊക്കെ ഉണ്ടോ, ഈ ലൈറ്റ് കാര്യങ്ങളും പിന്നെ അതിന്റെ സിംബൽസ് ഒക്കെ നമ്മൾ പഠിക്കുകയും പിന്നെ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി ശ്രദ്ധിക്കില്ല എല്ലാവരും? എത്ര പേര് ശ്രദ്ധിച്ചു? ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ പുറത്തേക്ക് പോയപ്പോൾ ആംബുലൻസ് കണ്ടപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും? നമ്മൾ ഈ ചാപ്റ്റർ എടുത്തിട്ട് ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ? യെസ്, ഓക്കെ. പിന്നെ ശ്രദ്ധിക്കണം കേട്ടോ, നമ്മൾ പഠിക്കണല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കാം. അപ്പോ നോർമൽ ആയിട്ടുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ എന്താണ് ആംബുലൻസിന്റെ ഉള്ളിലുണ്ട്. പക്ഷെ കുറച്ചുകൂടി സ്പെഷ്യൽ ആയിട്ടുള്ള ബ്ലൂ ഓർ റെഡ് ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. which is used when the patient becomes photosensitive. എന്താ ഫോട്ടോസെൻസിറ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ചിലപ്പോ ലൈറ്റിനോട് സെൻസിറ്റീവ് ആയിട്ടുള്ള പേഷ്യൻസുകളൊക്കെ ഉണ്ടാവും. ചിലപ്പോ നമുക്കറിയാലോ, ചില പേഷ്യൻസിന് ഇതുപോലെ ലൈറ്റ് മറ്റേ ഭയങ്കര പവറുള്ള ലൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ടാവും പേഷ്യൻസിന്. സോ ആ പേഷ്യൻസിന്റെ ഇതനുസരിച്ച് കൊണ്ടാണ് ചിലപ്പോൾ അവർക്ക് ബ്ലൂ ലൈറ്റ് ഇടും. നമ്മള് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾ കിടക്കുമ്പോൾ ഇതുപോലെ സീറോ ബൾബ് ഒക്കെ ഇടാറുണ്ടോ? കുഞ്ഞായിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഡിം ലൈറ്റ് പോലെയൊക്കെ ചെറിയൊരു ലൈറ്റ്, കുഞ്ഞി ലൈറ്റ് ഇടും അല്ലെ. ചെറിയൊരു വെട്ടത്തില് ലൈറ്റ്, ഒരുപാട് നമ്മളെല്ലാ ലൈറ്റും അടച്ചിട്ടല്ല കിടക്കുന്നത് അല്ലെ. കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ അറിയാൻ പറ്റും. ചെറിയ കുഞ്ഞുകുട്ടികളൊക്കെ ആണെങ്കിൽ എന്താണ് ഡിം ലൈറ്റ് നമ്മൾ എപ്പോഴും ഇടും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസുകൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ അവർക്ക് അതനുസരിച്ചിട്ട് ബ്ലൂ റെഡ് ലൈറ്റ് ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, 6ാമത്തെ എക്യുപ്മെന്റ് എയർ കണ്ടീഷനിങ്. ഓക്കെ, എയർ കണ്ടീഷനിങ്ങിൽ എന്താണെന്ന് നോക്കാം. Ambulances are actually equipped with a separated air conditioning system to the working area from that which serve the cab. Cab എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാഹനം, വെഹിക്കിൾ തന്നെ. ഈ വാഹനത്തിന്റെ ഉള്ളില്, ആംബുലൻസിന്റെ ഉള്ളില് അവരെന്താണ് സെപ്പറേറ്റ് എയർ കണ്ടീഷനിങ് സിസ്റ്റം ഉണ്ടായിരിക്കും. This is helps to keep suitable temperature for any patients being treated. പേഷ്യൻസിന് അനുയോജ്യ സ്യൂട്ടബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചറിലായിരിക്കും നമ്മൾ അവിടുത്തെ എയർ കണ്ടീഷനിങ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ബട്ട് മേ ഓൾസോ ഹാവ് ആൻ എക്സ്ട്രാ ഫീച്ചേഴ്സ്. അതുകൂടാതെ പേഷ്യന്റിന് കറക്റ്റ് ആയിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചറിലും, അതുകൂടാതെ എക്സ്ട്രാ ഇൻ ഫീച്ചേഴ്സ് സച്ച് ആസ് ഫിൽറ്ററിംഗ് അഗെയിൻസ്റ്റ് എയർബോൺ പാത്തോജൻസ്. എന്താ എയർബോൺ പാത്തോജൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് പേഷ്യന്റിന് അത്യാവശ്യമുള്ള ടെമ്പറേച്ചർ കിട്ടാനും ഇൻഫെക്ഷൻ ബാക്ടീരിയ പുറമേലുള്ള രോഗാണുക്കളെ, പാത്തോജൻസ് എന്ന് വെച്ചാൽ രോഗകാരികൾ, രോഗാണുക്കൾ, എയർബോൺസ് വായുവിലൂടെ പുറത്തുള്ള രോഗാണുക്കളെയൊക്കെ നമ്മൾ അകത്തേക്ക് പ്രവേശിക്കാതെ ഫിൽറ്റർ ചെയ്യുന്നു എയർ കണ്ടീഷണർ. ഓക്കെ, ഫിൽറ്റർ ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? ഫിൽറ്റർ ചെയ്തെടുക്കാന്നൊക്കെ പറയും. രോഗാണുക്കളെ നമ്മൾ വേർതിരിക്കുക, അകത്തേക്ക് പ്രവേശിക്കാത്ത രീതിയിൽ വേർതിരിക്കും. ഓക്കെ, ഇത്രയുമാണ് എയർ കണ്ടീഷനിൽ പറയുന്നത്. ക്ലിയർ ആണോ? എയർ കണ്ടീഷൻ പ്രത്യേകിച്ച് അതിലൊന്നും പറയണില്ല. എ സി ഉണ്ട്. എ സിയുടെ 2 ഗുണങ്ങളാണ് പറഞ്ഞത്. പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള ടെമ്പറേച്ചറും കിട്ടും, അതോടൊപ്പം തന്നെ എന്താണ് ഫിൽറ്റർ ചെയ്യുന്നത്, പുറമേന്നുള്ള പാത്തോജൻസിന് രോഗാണുക്കളെ ഫിൽറ്റർ ചെയ്യുന്നു. ഓക്കെ,
Then last one, data records. Equipment last ആണ് ട്ടോ data records. These are often set in an ambulance to record such details as speed, braking power, and time activation. Okay. അതായത് നമ്മൾ ഡാറ്റ റെക്കോർഡ് ആംബുലൻസിൽ എല്ലാം ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന്. ആ വണ്ടിയുടെ സ്പീഡ്, ബ്രേക്കിംഗ് പവർ, ടൈം, അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർക്ക് ഇതെല്ലാം ഇടയ്ക്കിടയ്ക്ക് നോക്കാൻ പറ്റുമോ? ഇങ്ങനെയാണ് ടൈം മീൻസ് എന്താണ് സ്പീഡ് ഇട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് അവര്. ഓക്കെ, ഇതാണ് ഡാറ്റ റെക്കോർഡ് എന്ന് പറയുന്നത്. ആക്ടിവേഷൻ ഓഫ് ആക്റ്റീവ് എമർജൻസി വാർണിംഗ്സ് such as light, sirens, seat belt usage. ഇതെല്ലാം ഓൾറെഡി അവര് എന്താ ഡാറ്റ റെക്കോർഡിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന്. വാർണിംഗ്സും അലാംസും ലൈറ്റും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ട്രാവലിന് മുൻപായിട്ട് തന്നെ ഇതെല്ലാം ഡാറ്റ റെക്കോർഡിൽ ആംബുലൻസിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ദീസ് ആർ ഓഫ്റ്റൻ യൂസ്ഡ് ഇന്റഗ്രേറ്റഡ് വിത്ത് GPS യൂണിറ്റ്. അതുപോലെ തന്നെ GPS യൂണിറ്റ് ആയിട്ടും ഇത് നമ്മൾ ആംബുലൻസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന്. GPS എന്ന് വെച്ചാൽ എന്താണ്? ഫുൾ ഫോം അറിയാമോ? ഇത് മിക്ക വണ്ടികളും GPS സെറ്റ് ചെയ്തിട്ടുണ്ടാകും. ഒക്കെ GPS ഈ നമ്മളുടെ സ്കൂൾ ബസ്സുകളും മറ്റും GPS ഘടിപ്പിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. എന്താ GPS കേട്ടിട്ടുണ്ടോ? ഫുൾ ഫോം അറിയാമോ? അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. GPS ലൊക്കേഷൻ, എവിടേക്കാണ് വണ്ടി പോകുന്നത്, ലൊക്കേഷൻസ് ഒക്കെ അറിയാൻ വേണ്ടി. യെസ്, ദ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. എഴുതി വെക്കാം കേട്ടോ, അറിയില്ലാത്തവരും ഒന്ന് എഴുതി വെച്ചേക്കും. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം, അതായത് ലൊക്കേഷൻ, വണ്ടി എവിടേക്കാണ് പോകുന്നത്, എവിടെ എത്തി എന്നൊക്കെ നമുക്ക് ആ റൂട്ടും കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് GPS ഘടിപ്പിക്കുന്നത്. അപ്പൊ എല്ലാ ആംബുലൻസുകളിലും GPS ചെയ്തിട്ടുണ്ടാകും. കാരണം നമ്മൾ എവിടെയാണ് പോകുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എഴുതി എല്ലാവരും എഴുതി വെച്ചോ? അറിയാത്തവരും അറിയില്ലാത്തവരും എല്ലാവരും എഴുതി വെച്ചോളൂ. മേ ബി എക്സാമിന് ചിലപ്പോ ഫുൾ ഫോം ചോദിച്ചാലോ? ഓക്കെ, നാലാമത്തെ വരെയല്ല നമ്മൾ വായിച്ചത് എക്യുപ്മെന്റ്. ഇനി 5, 6, 7 3 എക്യുപ്മെന്റുകളും കൂടി പെട്ടെന്ന് ഒന്ന് വായിച്ചു നോക്കി. 3 എക്യുപ്മെന്റ്സ് കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് വായിക്കാം കേട്ടോ. മനസ്സിലാക്കി വായിക്കണം കേട്ടോ. എളുപ്പമാണ് ഈ എക്യുപ്മെന്റ്സ്. ലൈറ്റും എയർ കണ്ടീഷനിങ് ഒക്കെയാണ് അല്ലെ, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. വായിച്ചു നോക്കാം കേട്ടോ. കംപ്ലീറ്റ് ചെയ്തില്ല അവരോ? ഓക്കെ, അപ്പോ നമ്മൾ നോക്കിയത് എക്യുപ്മെന്റ്സ് ആണ്, ആംബുലൻസിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ്. പേരുകൾ ജസ്റ്റ് പറയാം കേട്ടോ, വായിച്ച് പഠിക്കാൻ ശ്രമിക്കാം കേട്ടോ. 2-way റേഡിയോ, മൊബൈൽ ഡാറ്റ ടെർമിനൽ, എവിഡൻസ് ഗ്യാതറിംഗ് CCTV, ടെയിൽ ലിഫ്റ്റ് ഓർ റാം, ട്രോമ ലൈറ്റിംഗ്, എയർ കണ്ടീഷനിങ്, ദെൻ ഡാറ്റ റെക്കോർഡ്സ്. ഓക്കെ, പേരുകളൊന്ന് ബൈഹാർട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. ദെൻ അതിന്റെ വെളിയിലുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വായിക്കാം. ഓക്കെ, നെക്സ്റ്റ് കുറച്ച് പിക്ചറുകളാണ് കണ്ടോ. ആംബുലൻസിന്റെ നമ്മൾ പറഞ്ഞില്ലേ റാമ്പിന്റെ ഒക്കെ പിക്ചറുകളാണ്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വൺ നോക്കി, പാസീവ് വിഷ്വൽ വാർണിംഗ്സ്. പാസീവ് വിഷ്വൽ വാർണിംഗ്സ്, പാസീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
നമ്മൾ എന്താ പറയാ സ്ഥിരമായിട്ടുള്ള ഒരു നമ്മൾ എപ്പോഴും കാണുന്ന ഒരു വിഷ്വൽ വാർണിങ്സുകൾ. പിക്ചർ നോക്കി വല്ല പരിചയമുണ്ടോ? അതിൽ ഏതൊക്കെ പിക്ചറാണ് നിങ്ങൾക്ക് പരിചയമുള്ളത്? ഫസ്റ്റ് 4 ആദ്യം തന്നിരിക്കുന്ന 4 പിക്ചറില് ഏതൊക്കെ പിക്ചർ പരിചയമുണ്ട്? 1, 2, 2, 3 പരിചയമുണ്ടോ? ഓക്കെ, ദെൻ പ്ലസ് പരിചയമുണ്ട്. ഓക്കെ, ദെൻ ഏതൊക്കെയാണ്? റെഡ് ക്രോസ് അറിയാം, 1ഉം 2ഉം അറിയാം അല്ലെ? ഓക്കെ, കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു കൂടുതൽ പേർക്കും 1ഉം 2ഉം ആണ് കൂടുതൽ പേർക്കും അറിയാവുന്നത് അല്ലെ? സോ ഒന്ന് നമ്മുടെ സാധാരണ ആംബുലൻസുകളൊക്കെ കാണപ്പെടുന്ന വാർണിംഗ് സൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ കൂടുതലും സ്റ്റാർ ഓഫ് ലൈഫും ആ ഒരു ചിഹ്നവും റെഡ് ക്രോസ് പ്ലസ് എന്നുള്ള ചിഹ്നമുള്ള റെഡ് ക്രോസ് ഇതുമാണ് നമ്മളുടെ ഇവിടങ്ങളിൽ നമ്മൾ കൂടുതലായിട്ട് കാണുന്നത്. ദെൻ അതർ കൺട്രീസിൽ മറ്റു രാജ്യങ്ങളിലൊക്കെ വെക്കുന്ന എമർജൻസി സിംബൽസ് വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ആ സിംബൽസ് എന്തിനെ സൂചിപ്പിക്കുന്നു കൂടി ഒന്ന് പഠിച്ചിരിക്കണം. ഓക്കെ, അതൊന്ന് ഇമ്പോർട്ടന്റ് ഒന്ന് സൈഡിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കും. അതായത് സിംബൽ നോക്കാം, അതിനെന്തിനാണ്? സ്റ്റാർ ഓഫ് ലൈഫ്. ദെൻ പ്ലസ് എന്നുള്ള സിംബൽ എന്താണ്? റെഡ് ക്രോസ്. സി എന്നുള്ള ഒരു സിംബല് ഫോറിൻ കൺട്രീസിൽ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മറ്റ് കൺട്രീസിൽ ഫോറിൻ കൺട്രീസിലൊക്കെയാണ് നമ്മള് മറ്റ് സൈനുകൾ. നമുക്ക് ഇവിടെ ഇന്ത്യയിൽ കൂടുതലായിട്ടും ഫസ്റ്റ് സെക്കൻഡ് റെഡ് ക്രോസും സ്റ്റാർ ഓഫ് ലൈഫിന്റെ സിംബലാണ് യൂസ് ചെയ്തത്. ഫോറിൻ കൺട്രീസിലൊക്കെയാണ് ഈ റെഡ് ക്രോസന്റും അതോടൊപ്പം തന്നെ എന്താണ് മാൾട്ടീസ് ക്രോസ് ഒക്കെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ സിംബലും ആ പേരുകളും ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. എക്സാമിന് ചിലപ്പോൾ സിംബൽ ചോദിച്ചിട്ട് ആ പേര് ചോദിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പൊ റെഡ് ക്രസന്റിന്റെ ഡിനോട്ട് ചെയ്യുന്ന സിംബൽ ഏതാണെന്ന് ചോദിക്കാം, നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ചോദിക്കാം. ഓക്കെ, അതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചോളൂ. ഓരോ സിംബൽസും അത് എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നതെന്ന് കൂടി ഒന്ന് പറഞ്ഞു. എമർജൻസി സിംബൽസ് ആണ് ഇതെല്ലാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് അതിന്റെ താഴെ ഒരു പിക്ചർ കണ്ടോ? ആംബുലൻസ് എഴുതിയിരിക്കുന്നത് കണ്ടോ? ഇത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങള് ആലോചിച്ച് നോക്കി. ആംബുലൻസ് കളർ വ്യത്യാസം ഉണ്ടാകും കേട്ടോ, കളർ ചേഞ്ച് വ്യത്യാസം ഉണ്ടാകെ. ഇതുപോലെ ആംബുലൻസ് എഴുതിയിരിക്കുന്നത് എവിടെയാണ് കണ്ടിരിക്കുന്നത്? കണ്ടിട്ടുണ്ടോ? ആംബുലൻസിന്റെ ആ സൈഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ഒരു ക്രോസ് ചെക്കിംഗ് ആയിട്ടുള്ള ഇതില് ആംബുലൻസ് എഴുതിയിട്ടുണ്ടാവും. എത്ര പേര് കണ്ടിട്ടുണ്ട്? ചിലപ്പോ നമ്മൾ കണ്ടിരിക്കുന്നത് റെഡും വൈറ്റിലുമായിട്ടുള്ളതിലായിരിക്കും എഴുതിയിരിക്കുന്നത്. നമ്മളുടെ ഇവിടെ കൂടുതൽ അങ്ങനെയാണ് കേട്ടോ, റെഡ് ആൻഡ് വൈറ്റിലായിരിക്കും കാണുന്നത്. കണ്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇതിനൊക്കെ ഒന്ന് നോക്കാം. ഇതിനൊരു ക്രോസ് ചെക്ക്ഡ് ആയിട്ടുള്ളത് ഇതിനകത്ത് റെഡും വൈറ്റിലാണെന്ന് തോന്നുന്നത്. നമുക്ക് ഇവിടെ കൂടുതൽ കാണുന്നത് യെല്ലോ ഇത് കുറവായിരിക്കും. എങ്കിലും കൂടുതൽ നമുക്ക് കാണുന്നത് എന്താണ്? റെഡ് ആൻഡ് വൈറ്റിലായിരിക്കും. ഓക്കെ, നോക്കുക. അപ്പോ സിംബൽസ് പഠിക്കണം. ഓക്കെ, മറന്നു പോകണ്ട കേട്ടോ സിംബൽസും. ദെൻ അത് എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത് മാത്രം ഒന്ന് നോക്കി വെക്കാം. നെക്സ്റ്റ് വൺ, Battenberg making area patient are a patient of high visibility markings. ഇനി ഈ ഒരു മാർക്കിംഗ് അതായത് നമുക്ക് പെട്ടെന്ന് ആംബുലൻസിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു ഡിസൈൻ ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഇനി ആ ഡിസൈനിനെ കുറിച്ചാണ് അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത്. Passive visual warnings are generally part of design of the vehicle. വിഷ്വൽ വാർണിംഗ്സ് പെട്ടെന്ന് നമുക്ക് ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടുള്ള വിഷ്വൽ വാർണിംഗ്സ് ആണ്. യൂസേജ് ഓഫ് ഹൈ കോൺട്രാസ്റ്റ് പാറ്റേൺസ് ആർ ഇൻവോൾവ്ഡ്. കോൺട്രാസ്റ്റ് എന്ന് വെച്ചാൽ ഇതുപോലെ കണ്ടോ, ചെക്ക് ആയിട്ടുള്ള പാറ്റേൺസുകളാണെന്ന്. ഹൈ കോൺട്രാസ്റ്റ് നമുക്ക് പെട്ടെന്ന് തന്നെ എന്താണ് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ളൊരു ക്രോസ് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള പാറ്റേൺ കൊടുക്കുന്നത്. Older ambulances and those in developing countries are more likely to have their pattern painted on. അല്ലെ, പഴയ രീതിയിൽ ഓൾഡർ ആംബുലൻസുകളിൽ ഓൾറെഡി അത് ആംബുലൻസ് തയ്യാറാക്കുമ്പോൾ തന്നെ അതിൽ ഈ പാറ്റേൺ പെയിന്റ് ആയിട്ട് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടത്. ഇതുപോലെ ക്രോസ് ആയിട്ട് 2 കളറുകളിൽ, റെഡ് വൈറ്റ് ഒക്കെ ആയിട്ട് 2 കളറുകളിൽ എന്താണ് ക്രോസ് ഒക്കെ ചെയ്തിട്ട് ഓൾറെഡി ഒരു പെയിന്റ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ടത്. Whereas modern ambulance normally carry retro-reflective designs which reflects light from car headlights or torches. പക്ഷെ ഇന്നത്തെ നമ്മളുടെ ഇപ്പോഴത്തെ രീതിയിലുള്ള ആംബുലൻസുകൾക്ക് കുറച്ചും കൂടി ഈ ഒരു ചെക്ക് ലൈൻ തന്നെ സംഭവം, പക്ഷെ അത് കുറച്ചുകൂടി
റിഫ്ലക്റ്റീവ് ഡിസൈൻസിലാണെന്ന്. അതായത് റിഫ്ലക്റ്റീവ് ഡിസൈൻസ് എന്ന് വെച്ചാൽ അറിയാലോ, അതായത് നമുക്ക് ലൈറ്റ് ഒക്കെ ആണെങ്കിൽ എടുത്തെറിയും. മീൻസ് നമ്മൾ ലൈറ്റ് അടിക്കുമ്പോൾ പെട്ടെന്ന് അതിന് എടുത്തെറിയും. നല്ലൊരു എന്താ പറയാ, ഒരു തെളിച്ചം വരും, ഒരു നമുക്ക് പെട്ടെന്ന് അകലെ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വിച്ച് റിഫ്ലക്ട്സ് ലൈറ്റ് ഫ്രം കാർ ഹെഡ്ലൈറ്റ്സ് ഓർ ടോർച്ചസ്. ഇപ്പൊ ടോർച്ച് അടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെട്ടം വരുമ്പോഴും അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ കാറിന്റെ ഹെഡ്ലൈറ്റ് അടിക്കുമ്പോഴും ഈ ഒരു ചെക്ക് ഡിസൈൻ ആംബുലൻസ് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പഴയ കാലത്ത് പണ്ട് എന്തൊക്കെയാണ് ജസ്റ്റ് പെയിന്റ് രൂപത്തിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ, റിഫ്ലക്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ലാന്ന്. ഇന്ന് കുറച്ചുകൂടി മോഡേൺ ആയപ്പോ ആംബുലൻസിലൊക്കെ മോഡേൺ ടെക്നോളജി ഒക്കെ ഉപയോഗിച്ചപ്പോ എന്ത് ചെയ്തു, റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള ഡിസൈൻസ് കൊടുത്തു. പെട്ടെന്ന് നമുക്ക് ലൈറ്റ് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള ഡിസൈൻസുകൾ മറ്റും കൊടുത്തു. Then another passive marking. പാസീവ് മാർക്കിംഗ് ഉദ്ദേശിക്കുന്നത് സ്ഥിരമായിട്ടുള്ള കാര്യങ്ങൾ. അവിടെ ആംബുലൻസിൽ നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് പാസീവ് എന്ന് പറയുന്നത്. Another passive marking from is the word ambulance or local language alternative use created in the reverse in front of the vehicle. ആംബുലൻസ് എന്ന് എഴുതിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ആംബുലൻസിന്റെ ഫ്രണ്ടിൽ ആംബുലൻസ് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്, വായിച്ചിട്ടുണ്ടോ? എങ്ങനെയാ ആംബുലൻസ് എഴുതിയിരിക്കുന്നത്? തല തിരിച്ചാണ് അല്ലെ, റിവേഴ്സ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. ആണോ? റിവേഴ്സ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതും കാണാത്തവരുണ്ടാവും അല്ലെ? ഓക്കെ, അപ്പൊ ഇതൊന്നും കാണാത്തവരാണെങ്കിലൊക്കെ ഒന്ന് കാണണോണ്ടോ. റിവേഴ്സ് ആയിട്ടാണ് ആംബുലൻസ് എഴുതി വെച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ ഒന്ന്? എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ റിവേഴ്സ് ആയിട്ട് എഴുതുന്നത്? അതിനെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? ഒരു വെറൈറ്റിക്ക് എഴുതിയതാണോ? അങ്ങനെയാണോ? എല്ലാവരും നേരെയല്ലേ എഴുതുന്നത്, അപ്പൊ ആംബുലൻസിന് കുറച്ച് വെറൈറ്റി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ? അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടോ റിവേഴ്സ് എഴുതുന്നതിന്? ആർക്കും അറിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തുകൊണ്ടായിരിക്കും ഈ റിവേഴ്സിൽ അവർ എഴുതിയിരിക്കുന്നത് ആംബുലൻസ്? ഒരു ഐഡിയ ഇല്ല. ബാക്കിൽ വരുന്ന വെഹിക്കിൾസ് ഉണ്ടാവും അല്ലേ? അതായത് ബാക്കിൽ നമ്മൾ ആംബുലൻസ് ഇപ്പൊ ബാക്കിൽ വരുന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിൽ കൂടി നോക്കുമ്പോൾ പെട്ടെന്ന് ഫ്രണ്ടിൽ പോകുന്ന മീൻസ് ഫ്രണ്ടിൽ പോകുന്ന യാത്രക്കാർക്ക് അവരുടെ പിറകിൽ കൂടി ആംബുലൻസ് വായിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് അല്ലേ? അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പെട്ടെന്ന് വായിച്ച് നമുക്ക് ആംബുലൻസ് ആണ് ബാക്കിൽ വരുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ റിവേഴ്സിൽ എഴുതുന്നത്. കണ്ടോ നോക്കി. This enables drivers of other vehicles to simply identify an approaching ambulance in their rear view mirror. അവരുടെ ആ മിററിലൂടെ മീൻസ് ബാക്കിൽ ആംബുലൻസ് വരുന്നുണ്ടെന്ന് നമുക്ക് എന്ത് ചെയ്യും, മിററിലൂടെ അതർ വെഹിക്കിൾസിന് കാണാനായിട്ട് സഹായിക്കുന്നു. Then next one പറയുന്നത് simply approaching ambulance in the rear view mirror ambulance. May ambulances may display name of their owner or operator. ചില ആംബുലൻസുകളിൽ ആ ഓണറിന്റെ പേരും അതുപോലെ തന്നെ എന്താണ് ഓപ്പറേറ്ററിന്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ടാവും. ദെൻ എമർജൻസി ടെലിഫോൺ നമ്പറും ആംബുലൻസ് സർവീസിന്റെ നമ്പറും കൊടുത്തിട്ടുണ്ടാവും. ഇപ്പൊ നമ്മളുടെ ചാരിറ്റി ആംബുലൻസ് അങ്ങനെയൊക്കെ ആണെങ്കിൽ അവർ നമ്പർ കൊടുത്തിട്ടുണ്ടാവും, പേര് കൊടുത്തിട്ടുണ്ടാവും, ഓണറിന്റെ പേരും കൊടുത്തിട്ടുണ്ടാവും കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. Okay. An ambulance may also have a symbol displayed. മറ്റു സിംബൽസും മറ്റും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, ഇത്രയുമാണ് ഒരു പാറ്റേൺ മീൻസ് ഒരു പാസീവ് ആയിട്ടുള്ള ആംബുലൻസിൽ നമ്മൾ സ്ഥിരമായിട്ട് പൊതുവെ കാണപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ. അതായത് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഡിസൈൻ പറഞ്ഞു, ക്രോസ് ചെക്ക്ഡ് ആയിട്ടുള്ള റെഡ് വൈറ്റും ഡിസൈൻ ഉണ്ടാകും. ദെൻ ഡിസൈൻ ചെയ്തത് നമ്മൾ പറഞ്ഞു റിഫ്ലക്റ്റീവ് കൊടുക്കും. പണ്ടാണെങ്കിൽ പെയിന്റിംഗ് ആയിരുന്നു, ഇപ്പൊ കുറച്ചുകൂടി എടുത്തെറിയാൻ വേണ്ടിയിട്ടുള്ള റിഫ്ലക്റ്റീവ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ദെൻ രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞത് എന്താണ്? റിവേഴ്സ് ആയിട്ട് എഴുതുന്നു അല്ലെ? റിവേഴ്സ് ആയിട്ടായിരിക്കും. ദെൻ ആംബുലൻസിന്റെ ഓണറിനെയും കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാകും. ദെൻ മറ്റ് സിംബൽസും കാര്യങ്ങളും ആംബുലൻസിൽ കൊടുത്തിട്ടുണ്ടാകും. ക്ലിയർ ആണോ? ഓക്കെ ആണോ എല്ലാവർക്കും? എളുപ്പമല്ലേ? വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ആ ഒരു സെക്ഷൻ. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. വായിച്ചു നോക്കി.
കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, വായിച്ചിട്ട് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണോ? ഓക്കെ ആണ്. യെസ്. Then next one, active visual warnings. സജീവമായിട്ടുള്ള മറ്റു മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ്? ആംബുലൻസിന്റെ വാർണിംഗ്സ് നോക്കാം. Usually the visual signal for the task are in the shape of flashing lights. These flash in order to attract the attention of other road users as the ambulance approaches, or to provide warning to motorists approaching a stopped ambulance in a dangerous position on the road. Motorist എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരാണ്? വാഹനയാത്രക്കാർ കേട്ടോ. മറ്റു വാഹനയാത്രക്കാരാണ് മോട്ടോറിസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ പറയുന്നത് ഫ്ലാഷിംഗ് ലൈറ്റുകൾ കണ്ടിട്ടില്ലേ? ആംബുലൻസിന്റെ മുകളിലായിട്ടൊരു ലൈറ്റ്, ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ സൗണ്ട് ഒക്കെ കേട്ട് ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ കത്തിക്കൊണ്ടാണ് പോകുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് കണ്ടിട്ടില്ലേ നിങ്ങളാണ് ആംബുലൻസിൽ അല്ലെ? അപ്പൊ ഈ ലൈറ്റ് എന്തിനാ ഇങ്ങനെ ഫ്ലാഷ് ലൈറ്റ് കൊടുക്കുന്നത്? അട്രാക്ട് ചെയ്യാനായിട്ട് അല്ലെ? റോഡ് യൂസേഴ്സിന്. നമ്മള് ഇപ്പൊ ബസ്സോ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളൊക്കെ ആണെങ്കിൽ ഈ ആംബുലൻസ് വരുമ്പോ തന്നെ എല്ലാവരും സൈഡ് കൊടുക്കാറില്ലേ? കണ്ടിട്ടില്ലേ? അപ്പൊ പെട്ടെന്ന് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലൈറ്റ്, നമുക്ക് അകലേക്ക് ആംബുലൻസ് വരുമ്പോ തന്നെ ലൈറ്റ് നമ്മൾ അട്രാക്ട് ചെയ്യും, ഫ്ലാഷ് ലൈറ്റ്. സോ നമുക്കപ്പൊ എന്ത് ചെയ്യും? ആംബുലൻസ് വരുന്നുണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. സോ നമുക്ക് സൈഡൊക്കെ കൊടുക്കാൻ പറ്റും. Or to provide warning to motorists approaching a stopped ambulance. അതോടൊപ്പം തന്നെ ഈ ആംബുലൻസ് പേഷ്യൻസിനെ കൂടെ പോകുമ്പോൾ എന്തെങ്കിലും സിറ്റുവേഷനിൽ ചിലപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് വലിയൊരു റോഡിലെ സൈഡ് ഒതുക്കിയിട്ട് ആംബുലൻസ് ഇട്ടിരിക്കുകയാണെങ്കിലും എന്താണ് ഇതുപോലെ റോഡിലൂടെ വരുന്നവർക്ക് പെട്ടെന്ന് കാണാനായിട്ട് ഈ ലൈറ്റ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പൊ നമുക്കറിയാൻ പറ്റും ആ സൈഡിൽ ആംബുലൻസ് ഒതുക്കിയിട്ടുണ്ടെന്ന്. അതനുസരിച്ചിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണോ? ജസ്റ്റ് ഫ്ലാഷ് ലൈറ്റിന്റെ കാര്യമാണ് പറഞ്ഞത്. നമുക്ക് പെട്ടെന്ന് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, അട്രാക്ട് അല്ല അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മറ്റു വാഹനക്കാർക്ക് ആംബുലൻസ് വരുന്നുണ്ടെന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടും ഇതുപോലെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ആ ലൈറ്റ് ഇടുമ്പോ നമുക്കൊരു ആംബുലൻസ് ആണെന്ന് ശ്രദ്ധ കിട്ടും. നിർത്തിയിട്ടിരിക്കുകയാണെങ്കിൽ ഇപ്പൊ രാത്രിയൊക്കെ ആണെങ്കിൽ അല്ലെ, രാത്രിയിലൊക്കെ ആണെങ്കിൽ നിർത്തിയിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ വേറെ ഏതെങ്കിലും വാഹനമാണ് നിർത്തിയിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കും. അപ്പോ ഈ ഒരു ലൈറ്റിംഗ് ഫ്ലാഷ് ലൈറ്റിംഗ് അല്ലെങ്കിൽ അത് ആംബുലൻസ് ആണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണോ ആദ്യത്തെ പോയിന്റ്? ഓക്കെ, സെക്കൻഡ് പോയിന്റ് കൂടെ ഇത് പറയാട്ടോ. ടൈം ആയെന്ന് തോന്നുന്നു അല്ലെ? ഒരുപാട് ഓടിച്ച് എടുക്കുന്നില്ല ഞാൻ. രണ്ടാമത്തെ പോയിന്റ് അല്ലെങ്കിൽ ഫസ്റ്റ് പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ആദ്യത്തെ പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാം. ക്ലിയർ ആണോ ആദ്യത്തെ പോയിന്റ്? ആദ്യത്തെ പോയിന്റിന്റെ അവിടെ വരെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേട്ടോ. അടുത്ത പോയിന്റ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇനി ഒരുപാട് സ്പീഡിൽ പോകാൻ പറ്റില്ലല്ലോ, ക്ലാസ് നമ്മുടെ ടൈം കഴിയാറായി അല്ലെ? അപ്പോ അതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കൂ. നെക്സ്റ്റ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ സെക്കൻഡ് പോയിന്റ് തുടങ്ങിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് എക്യുപ്മെന്റ്സ് ആണ്. എക്യുപ്മെന്റ്സും ദെൻ നമ്മൾ കുറച്ച് വിഷ്വൽ വാർണിംഗ്സ് പഠിച്ചു. ദെൻ പാസീവ് വിഷ്വൽസ് എന്തൊക്കെയാണെന്ന് പഠിച്ചു. വളരെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളൂ. പഠിച്ച കാര്യങ്ങൾ അത്രയും ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ ആണോ? മനസ്സിലായോ എല്ലാവർക്കും? ക്ലിയർ ആണ് മിസ്. ക്ലിയർ ആണ്. ഓക്കെ, ദെൻ ഇനി എന്തെങ്കിലും ഡൗട്ട് ക്ലാസ്സിൽ വരുമ്പോൾ ചോദിച്ച് ക്ലിയർ ചെയ്യാം കേട്ടോ. എവിടെയെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റിലോ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്തതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നെക്സ്റ്റ് ഡേ വരുമ്പോൾ
ക്ലാസ്സിൽ കയറുമ്പോൾ ചോദിക്കാം. ഓക്കെ, ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ ക്ലാസ്? ഓക്കെ ആണല്ലോ അവർക്കും? സ്പീഡ് ഓക്കെ ആണല്ലോ? ഓക്കെ ആണോ? യെസ്. മോക്ക് ടെസ്റ്റ് ഒക്കെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക, പഠിക്കുക, ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, Miss. Thank you, ma'am. Thank you, Miss.